ഇല്ല, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം, ഓരോ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. പ്രോബ്ലം ബേസ്ഡ് ക്വസ്റ്റ്യൻസും ജസ്റ്റ് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാം വരാം കേട്ടോ ഈ ഭാഗത്ത് നിന്ന്. അപ്പൊ നോക്കാം. 17ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? കംപ്ലീറ്റ് ദി ഫോളോയിങ്, ചൂസ് ഫ്രം ദി ഗിവൺ ഓപ്ഷൻ. ഇവിടെ കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, അതിൽ കറക്റ്റ് ആയത് എന്ത് ചെയ്യാനാ, ചൂസ് ചെയ്യാനാ പറയുന്നത്. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? എന്താണ്? 4 Fe അയൺ ആണ്, 4 അയണും 3 ഓക്സിജൻ മോളിക്യൂൾസും 3 O2 മോളിക്യൂൾസും കമ്പൈൻ ചെയ്തിട്ടുണ്ടാവും 2 മോളിക്യൂൾസ് ഓഫ് Fe2O3 ഉണ്ടാവും അല്ലേ? Fe2O3 ഫോം ചെയ്യും. അങ്ങനെയാണ് in this reactionലെ mass of the oxygen, ഈ റിയാക്ഷനിൽ ഓക്സിജന്റെ മാസ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത് അല്ലേ? അപ്പൊ നമുക്ക് ചെയ്ത് നോക്കിയാലോ മക്കളെ? നമുക്ക് ചെയ്ത് നോക്കിയാലോ? ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം. അത് നമ്മുടെ ഓക്സിജൻ ആണ് അല്ലേ? നിങ്ങൾക്കറിയാം ഒരു ഓക്സിജൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 16 ഗ്രാം. ഗ്രാമിലേക്ക് ഇറക്കുമ്പോൾ 16 ഗ്രാം ആണ് ഒരു ഓക്സിജന്റെ മാസ് എന്ന് പറയുന്നത്. O2 മോളിക്യൂൾസ് ആകുമ്പോൾ എത്ര വരും? 32 ഗ്രാമിലേക്ക് മാറും. O2 മോളിക്യൂൾസ് ആകുമ്പോൾ എത്ര വരും? 32 ഗ്രാമിലേക്ക് മാറും. ഓക്സിജന്റെ O2 മോളിക്യൂൾസ് എത്രയാണ്? 32 ഗ്രാം ആണ് വരുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ 32 ഗ്രാം ആണ് ഓക്സിജൻ വരുന്നത്. ഇനി എന്ത് ചെയ്യാം? എത്ര ഓക്സിജൻ മോളിക്യൂൾസ് ഇവിടെ റിയാക്ഷൻ ആയിട്ടുണ്ട്? എത്ര? 3 ഓക്സിജൻ മോളിക്യൂൾസ് ഉണ്ട്. അപ്പോൾ 3 ഇൻറ്റു ഒരു ഓക്സിജൻ മോളിക്യൂൾസിന്റെ എത്രയാണ്? 32 ആണ്. അപ്പോൾ 32 ചെയ്യാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 6 96 കിട്ടും. 96 ഗ്രാം ഓക്സിജൻ റിയാക്ട് ചെയ്യുമ്പോൾ ഇവിടെ പ്രൊഡക്റ്റിന്റെ സൈഡിലേക്ക് നോക്കുമ്പോൾ എത്ര ഓക്സിജൻ? 2 ഇൻറ്റു 3 എത്രയുണ്ട്? 2 ഇൻറ്റു 3 അല്ലേ? 2 ഇൻറ്റു 3 അറിയുമ്പോൾ അല്ലെങ്കിൽ എത്ര ഉണ്ടാവും? 2 ഇൻറ്റു 3 അറിയുമ്പോൾ 6 ഓക്സിജൻസ് ഉണ്ടാവും അല്ലേ? 6 ഓക്സിജൻ എന്ന് പറയുമ്പോൾ 6 ഇൻറ്റു ഒരു ഓക്സിജൻ എത്രയാണ്? 16 അല്ലേ? 16 കുറിച്ച് നോക്കി. അപ്പോൾ എത്ര കിട്ടും? 6 36 ഇഷ്ടം 3 6 ഇൻറ്റു 1 6 പ്ലസ് 3 96 ഗ്രാം. ഇവിടെ കണ്ടോ? 96 ഗ്രാം ഓക്സിജൻ റിയാക്ട് ചെയ്ത 96 ഗ്രാം ഓക്സിജൻ പ്രൊഡക്റ്റിലും വന്നില്ലേ? അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ എത്രയുണ്ട്? എത്ര ഗ്രാം റിയാക്ടറിന്റെ സെല്ലിൽ എത്ര ഗ്രാം എടുക്കേണ്ടത്? 96 ഗ്രാം ആണ്. അപ്പൊ പ്രൊഡക്റ്റിൽ എത്ര കിട്ടും? 96 ഗ്രാം ഓക്സിജൻ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 96 ഗ്രാം ആണ്. എത്രയാണ്? 96 ഗ്രാം ആണ്. ആൻസർ എത്രയാണ്? 96 ഗ്രാം ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഓക്സിജന്റെ 96 ഒന്നുമില്ല. ഒരു ഓക്സിജൻ 16 ആണ്, 2 ഓക്സിജൻ ആകുമ്പോൾ 32 ആണ് വരിക. അങ്ങനെയാണെങ്കിൽ 3 O2 ആകുമ്പോൾ എത്രയാണ്? 3 ഇൻറ്റു 32 96 ആൻസർ കിട്ടും. നെക്സ്റ്റ് N2 പ്ലസ് 2NH3 2NH3 എന്താണ്? The gram of NH3 produced in the above reaction. ഈ റിയാക്ഷനിൽ ഇയാളെ ഗ്രാം എത്രയെന്ന് ചോദിച്ചു. അപ്പൊ നോക്കുക, NH3 ആണല്ലേ? NH3 നൈട്രജന്റെ മാസ് എത്രയാണ്? ഒരു നൈട്രജന്റെ മാസ് 14 ആണ്. ഒരു ഹൈഡ്രജൻ 1 ഹൈഡ്രജന്റെ 1 ഗ്രാം ആണ്. അപ്പൊ എത്രയുണ്ട്? ഒരു നൈട്രജൻ 14 പ്ലസ് ഒരു ഹൈഡ്രജൻ 1 ഗ്രാം. അങ്ങനെ 3 ഹൈഡ്രജൻ ആകുമ്പോൾ ഗ്രാം 3. അപ്പൊ നമുക്ക് 17. ഒരു NH3 ആകുന്നത് 17 ഗ്രാം ആണ്. എത്ര ഗ്രാം ആണ്? 17 ഗ്രാം ആണ്. അങ്ങനെയാണെങ്കിൽ 2 NH3 ആകുമ്പോൾ എത്രയാവും? 2 NH3 ആകുമ്പോൾ എത്രയാവും? 2 NH3 ആകുമ്പോൾ എത്രയാവും മക്കളെ? 2 ഇൻറ്റു 17 എത്ര ആൻസർ? 34. അപ്പോ NH എത്രയാണ്? 34. 2 ഇൻറ്റു Nന്റെ എത്രയാണ്? 14. H എത്രയാണ്? അങ്ങനെ 3H ആകുമ്പോൾ 3 പ്ലസ് 14 17 2 34 ഗ്രാം കേട്ടോ. എത്രയാണ്? 34 ഗ്രാം കേട്ടോ. 34 ഗ്രാം. മറ്റേ 96 ഗ്രാം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇവിടെ നോക്കി, അടുത്ത 18ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ? 18ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. റീഡ് ദ passage given below and answer following questions. ഒരു പാസേജ് തന്നിട്ടുണ്ട്, നന്നായിട്ട് വായിക്കുക. വായിച്ചതിന് ശേഷം നിങ്ങൾ
ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാം. എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനെ കുറിച്ച് പഠിച്ചിട്ടില്ലേ? ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ സെക്ഷൻ ഓഫ് ആറ്റത്തില് ഓക്കേ. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ട്രാവൽ വിത്ത് ദ വെലോസിറ്റി ഓഫ് ലൈറ്റ്. വെലോസിറ്റി ഓഫ് ലൈറ്റിന്റെ വെലോസിറ്റിയുടെ ഒപ്പം ആര് ട്രാവൽ ചെയ്യും? ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ അതിന്റെ ലൈറ്റിന്റെ വെലോസിറ്റിയോട് കൂടെ ട്രാവൽ ചെയ്യും. ദിസ് ഈസ് ഡു നോട്ട് റിക്വയർ, ഇതിന് എന്ത് ആവശ്യമില്ല? മീഡിയം ടു പ്രൊപ്പഗേഷൻ, ഇതിന് സഞ്ചരിക്കാൻ എന്ത് ആവശ്യമില്ല? പ്രൊപ്പഗേറ്റ് ചെയ്യാൻ മീഡിയം ആവശ്യമില്ല. ഡു നോട്ട് റിക്വയർ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന് എന്ത് ആവശ്യമില്ല? മീഡിയം ആവശ്യമില്ല. ദിസ് ട്രാവൽ ആസ് എ വേവ് ഇൻ ദ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആൻഡ് ആൾസോ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. അല്ലേ, പ്രൊപ്പഗേഷൻ ചെയ്യുന്ന ഡയറക്ഷന്റെ ഒപ്പം ഇവരുടെ പ്ലെയിനിന് എന്തായിരിക്കും? പരസ്പരം പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഇവർ പോവാൻ. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ നമ്മൾ ആ ചിത്രമൊക്കെ നമ്മുടെ ടെക്സ്റ്റിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ ആംപ്ലിറ്റ്യൂഡ് ആൻഡ് വേവ് ലെങ്ത് ആൻഡ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഇൻ ദ ഫോം ഓഫ് ഡയഗ്രാം. അല്ലേ, ഡയഗ്രാം വരച്ചതിൽ ആംപ്ലിറ്റ്യൂഡ് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ആ ഡയഗ്രാം വരക്കാം. ഡയഗ്രാം ബുക്കിലൊക്കെ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു മോഡൽ ചിത്രം വരക്കാം. ഓക്കെ അല്ലേ? എങ്ങനെ വരക്കാം? നമ്മളിതൊരു പ്ലെയിൻ ആണെങ്കിൽ ഈ പ്ലെയിനിൽ എങ്ങനെയായിരിക്കും? ഇങ്ങനെ പരസ്പരം പെർപെൻഡിക്കുലർ ആയിട്ടാണ് ആര് പോവുക? ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് പോവുക. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് പോവുക. അതിൽ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും പോവുക. പ്ലെയിൻ ആണെങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ട് പോകും. ഇതിൽ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇവരുടെ ഏറ്റവും ഇതാണ് ആംപ്ലിറ്റ്യൂഡ്. ഇതിനാണ് നമ്മൾ എന്താ പറയുക? ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയാൻ. ഇവിടെ ഇതാണ് ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഒരു ക്രസ്റ്റും ഒരു ക്രസ്റ്റും അഥവാ ഒരു മേലെ ഒരു താഴെ ഇത്രയും ഭാഗമുണ്ടോ? ഇത്രയും ഭാഗമാണ് വേവ് ലെങ്ത്. എന്താണ് വേവ് ലെങ്ത് എന്ന് പറയുന്നത്? അഥവാ ലാംഡ എന്ന് പറയുന്നത്. ലാംഡ എന്ന് പറയുന്ന ഒരു ക്രസ്റ്റും ഒരു ക്രസ്റ്റും ഇത് രണ്ടുമാണ് കൂടിയതാണ് വേവ് ലെങ്ത്. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ മാക്സിമം ഹൈറ്റ്, ആ വേവിന്റെ ഹൈറ്റ് ഏറ്റവും എത്ര ഹൈറ്റിനാണ് അതാണ് ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ അല്ലേ? അപ്പൊ അത് രണ്ടും വരച്ചിട്ട് അടയാളപ്പെടുത്തുക. നെക്സ്റ്റ് അതിന്റെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അത് ഇതിന് ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, വരച്ച ഒരു മാർക്ക്. അടുത്ത ബി ഭാഗത്തിലാണ് ഡിഫൈൻ ദ ഫോട്ടോൺസ് ഗിവൻ ദ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ. അഥവാ ഫോട്ടോൺസ് എന്താണ് ഡിഫൈൻ ചെയ്യണം. എന്താണ് ഫോട്ടോൺസ്? ഈസ് എ ഫണ്ടമെന്റൽ ഓഫ് ലൈറ്റ്, ക്വാണ്ടം ഓഫ് ലൈറ്റ്. ലൈറ്റ് എന്താണ്? ഫോട്ടോൺസ് എന്ന് പറയുന്നത് എന്താണ്? ലൈറ്റിന്റെ ക്വാണ്ടത്തെ നമ്മൾ ഫോട്ടോൺസ് എന്ന് പറഞ്ഞത് നമ്മൾ പഠിച്ചതല്ലേ? ലൈറ്റുകളുടെ ക്വാണ്ടത്തെയാണ് നമ്മൾ എന്ന് പറയാം ഫോട്ടോൺസ് എന്ന് പറയാം. ഫോട്ടോൺസ് എന്താണെന്ന് ജസ്റ്റ് ഒരു ഡെഫിനിഷൻ കൊടുക്കുക. നിങ്ങൾ പഠിച്ചതാണ്. മാത്രമല്ല മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ കൊടുക്കുക. ആ ഫോട്ടോൺസ് ഫണ്ടമെന്റൽ ഓഫ് ക്വാണ്ടം ഓഫ് ലൈറ്റ് ആണ് കൊടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം? അടുത്തത് കൊടുക്കുക. ഈസ് ഈക്വൽ ടു എന്നാണ്. ഈസ് ഈക്വൽ ടു നമ്മൾ പഠിച്ച ഇക്വേഷൻ h ആണ്. എന്നിട്ട് എന്ത് ചെയ്യാം? അടുത്തത് കൊടുക്കുക. ഈസ് ഈക്വൽ ടു h ഇൻറ്റു c ബൈ ലാംഡ എന്ന് കൊടുക്കുക. c ബൈ ലാംഡ ഫോട്ടോണിന്റെ എക്സ്പ്രഷൻ ആയി. ഇതിലെന്താണ്? h എന്ന് പറഞ്ഞതാണ്. ഞാൻ അടിയിൽ കൊടുത്ത ഈസ് ഈക്വൽ ടു എന്താണ്? E എന്ന് പറഞ്ഞാൽ എനർജി ആണ്. എനർജി ആണ്. h എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാന്റ് കോൺസ്റ്റന്റ് ആണ്. പ്ലാന്റ് കോൺസ്റ്റന്റ് വാല്യൂ കൊടുക്കുക 6.626 into 10 raised to minus 34 ആണ്. ഈ c എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്. അത് 3 into 10 raised to 8 ആണ്. ലാംഡ എന്താണ്? വേവ് ലെങ്ത് ആണ്. ഈ കാര്യങ്ങളൊക്കെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ പാടെ കൊടുക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ അതിന്റെ ക്വസ്റ്റ്യൻ ഓക്കെ അല്ലേ? അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ എഴുതിയിട്ട് ഓരോ ടേംസ് പറഞ്ഞു കൊടുക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ മക്കളെ? അടുത്തെന്താണ്? ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് പറയാനാണ്. രണ്ട് കാര്യങ്ങൾ, രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. അത് നിങ്ങൾ എന്ത് പറയണം? ട്രൂ ആണോ, ശരിയായതാണോ, അല്ല തെറ്റാണോ എന്ന് പറയണം. ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ വായിച്ച് റൈറ്റ് ട്രൂ ഫോർ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓർ ഫാൾസ് ഫോർ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ട്രൂ ആണെങ്കിൽ എന്ത് കൊടുക്കണം? ട്രൂ. ശരിയാണെങ്കിൽ ടി എന്ന് കൊടുക്കണം. ഫാൾസ് ആണെങ്കിൽ തെറ്റാണ് കൊടുക്കുക. ഒന്നാമതാണ് അസറ്റിൽ ഹാസ് എ ബോണ്ട് ഓർഡർ 3. അസറ്റിന്റെ ബോണ്ട് ഓർഡർ 3 ആണ്. അസറ്റിൽ എങ്ങനെയാണ്? അസറ്റിൽ
ഇവിടെ 3 എണ്ണം ഉണ്ടാവുമ്പോൾ എന്താണ് 3 ട്രിപ്പിൾ ബോണ്ട് അല്ലേ ബോണ്ട് ഓർഡർ എത്രയാണ് 3 ആണ് എത്രയാണ് 3 ആണ് അസിറ്റീലിന്റെ ബോണ്ട് ഓർഡർ എത്രയാണ് 3 ആണ് ശരിയാണ് ട്രൂ ആണ് അടുത്ത നോക്കുക അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ എന്താ വന്നിട്ടുള്ളത് വി അടുത്ത ക്വസ്റ്റ്യൻ VSCPR theory എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് എന്താ ക്വസ്റ്റ്യൻ നോക്കിയേ the lone pairs lone pair bond pair repulsion bond pair repulsion bond pair lone pair repulsion lone pair bond pair repulsion ഈ മൂന്ന് റിപ്പൽഷൻ നമ്മൾ പഠിച്ചതല്ലേ അവിടുന്നാണ് ക്വസ്റ്റ്യൻ ഉള്ളത് എന്താണ് lone pair bond pair repulsion is a intermediate between lone pair and bond pair repulsion ആണ് അഥവാ എന്താ പറഞ്ഞത് ലോൺ പെയറും ബോണ്ട് പെയറും റിപ്പൽഷൻ എന്ന് പറയുന്നത് എന്തിന്റെ അടിയിൽ ഇന്റർമീഡിയറ്റ് ആണ് എന്തിന്റെയാണ് ലോൺ പെയർ റിപ്പൽഷന്റെയും അതുപോലെ തന്നെ ബോണ്ട് പെയർ റിപ്പൽഷന്റെയും ഇടയിൽ ഇന്റർമീഡിയറ്റ് ആണ് ഇതന്നെയല്ലേ പറഞ്ഞത് നമ്മൾ ആ തിയറിയോട് പറഞ്ഞത് ലോൺ പെയർ റിപ്പൽഷൻ ഹൈ ആയിരിക്കും ഹൈ എനർജി ആയിരിക്കും അതുകൊണ്ട് ലോൺ പെയർ റിപ്പൽഷൻ ഹൈ ആണ് എന്നാൽ ബോണ്ട് പെയർ റിപ്പൽഷൻ ലോ ആണ് അതിന്റെ ഇടയിലായിരിക്കും ഇന്റർമീഡിയറ്റ് ആയിട്ടായിരിക്കും ആദ്യം വരിക ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൽഷൻ വരിക ഓക്കെ അല്ലേ അപ്പൊ ഇത് കറക്റ്റ് ട്രൂ ആണ് രണ്ടും ട്രൂ ആണ് രണ്ടും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഓക്കെ ആണോ അപ്പൊ VCPR theory നന്നായിട്ട് പഠിക്കട്ടോ മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ദ ഫോളോയിങ് ചൂസിംഗ് ഫ്രം ദ ഗിവൺ ഓപ്ഷൻ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അതിൽ കറക്റ്റ് ആയി അവർക്ക് എടുത്തു കൊടുക്കുക ദ ആറ്റോമിക് ഓർബിറ്റൽ ഓഫ് comparable energies give rise to the number of molecular orbitals ആറ്റോമിക് ഓർബിറ്റൽസിന്റെ കമ്പയറബിൾ എനർജിക്ക് എന്തായിരിക്കും ഈക്വൽ ആയിരിക്കുമോ അല്ലെങ്കിൽ സീറോ ആയിരിക്കുമോ മോളിക്കുലർ ഓർബിറ്റൽസ് നമ്പർ ഓഫ് മോളിക്കുലർ എത്ര ആറ്റോമിക് ഓർബിറ്റൽസ് ഉണ്ടോ അതിന് ഈക്വൽ ആയിട്ടുള്ള എന്തേ പറയുള്ളൂ മോളിക്കുലർ ഓർബിറ്റൽസേ വരുള്ളൂ അല്ലേ നമ്മൾ മോളിക്കുലർ ഓർബിറ്റൽ തിയറി പഠിച്ചാലേ MO തിയറി പഠിച്ചാലേ VCPR തിയറി പഠിച്ചാലേ ആ മോളിക്കുലർ ഓർബിറ്റൽ തിയറിയിൽ നമ്മൾ പറയുന്നുണ്ട് എന്ത് പറയുന്നത് ആറ്റോമിക് ഓർബിറ്റൽസിന് എന്താണ് ഈക്വൽ ആയിരിക്കും കേട്ടോ എന്താണ് അവിടെ വരിക ഈക്വൽ ആയിട്ടുള്ള നമ്പർ ഓഫ് മോളിക്കുലർ ഓർബിറ്റൽസേ വരുള്ളൂ നമ്മൾ ഈക്വൽ ആയിട്ടുള്ള നമ്പർ ഓഫ് മോളിക്കുലർ ഓർബിറ്റൽസേ വരുള്ളൂ ഓക്കെ ആണോ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് H2 is a not formed the bond or is helium അല്ലേ ഹീലിയം എന്ന് പറയുന്നത് നോബൽ ഗ്യാസ് ആണ് ഈ ഹീലിയത്തിന് എന്തുണ്ട് നോബൽ ഗ്യാസ് ആയ സ്റ്റെബിലിറ്റി ഉണ്ട് അല്ലേ ഹീലിയത്തിന് ആറ്റോമിക് നമ്പർ 2 ആണ് ആറ്റോമിക് നമ്പർ എത്രയാണ് 2 ആണ് അവസാനം കേശിന്റെ ഇലക്ട്രോൺസ് ഫുള്ള ഇവർക്ക് സ്റ്റെബിലിറ്റി വേറെ ഇലക്ട്രോൺസ് വാങ്ങണോ ഷെയർ ചെയ്യണോ കോവലന്റ് ബോണ്ട് ഫോം ചെയ്യണോ വേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ ഹീലിയം ഒറ്റയ്ക്ക് നിൽക്കും ഏതാണ് സിംഗിൾ ആറ്റോമിക് ആയിട്ടുള്ള മോളിക്യൂൾസ് ആണ് അല്ലേ സിംഗിൾ ആറ്റോമിക് മോളിക്യൂൾസ് ആണ് ഏക ആറ്റോമിക് മോളിക്യൂൾസ് ആണ് ഹീലിയം ഗ്യാസ് ആയിട്ടുള്ള ഹീലിയം നിയോൺ ആർഗൺ ഒക്കെ എന്താണ് വേറെ ആരെ പോലെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ആൾക്കാരാണ് ഹീലിയത്തിന് ബോണ്ടിങ് ഉണ്ടാവൂല അതുകൊണ്ട് ഹീലിയത്തിന് H2 എന്ന് പറയുന്ന സ്റ്റേറ്റ് പോസിബിൾ ആണോ അല്ല H2 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ അങ്ങനെ ഉണ്ടോ ഇല്ല ഹീലിയത്തിന് H2 എന്ന് പറയുമ്പോൾ അവിടെ ബോണ്ട് ഉണ്ടോ ബോണ്ട് തന്നെ ഇല്ല ബോണ്ട് ഓർഡർ ഉണ്ടാവില്ല അവിടെ ബോണ്ട് ഓർഡർ എന്താണ് 0 ആയിരിക്കും ബോണ്ട് ഓർഡർ എന്തായിരിക്കും 0 ആയിരിക്കും ഓക്കെ ആണോ ഹീലിയം H2 ന്റെ ബോണ്ട് ഓർഡർ എന്താണ് 0 ആണ് കേട്ടോ മക്കളെ അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും ശ്രദ്ധിക്കുക ഓക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് ക്ലാസ് കണ്ടിട്ട് പഠിക്കട്ടോ